ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ലാസ് 12 ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിറ്റർമിനൻസിൻ്റെ കുറച്ചധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ കുറച്ചെണ്ണമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളതിൽ ഒന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് I ഈക്വൽ ടു 1 വേർ I is the ഐഡൻറ്റിറ്റി മെട്രിക്സ്. നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണെന്നുള്ളത് മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എപ്പോഴും എത്തായിരിക്കും 1 ആയിരിക്കും. അത് 2/2 ആയിക്കോട്ടെ, 3/3 ആയിക്കോട്ടെ, ഏത് ഓർഡർ ആണെങ്കിലും ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ 3/3 മെട്രിക്സിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്? 1 0 0 0 1 0 0 0 1. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് അല്ലേ? ഡയഗണൽ എലമെൻ്റ് എല്ലാം 1, ബാക്കിയുള്ള എലമെൻറ്റുകളെല്ലാം 0. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് റോ തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് I ഇസ് ഈക്വൽ ടു ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ഇൻറ്റു 1 ഉള്ള റോയും കോളവും ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള 4 എലമെൻറ്റ് 1 0 0 1 1 0 0 1. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള അതായത് ഫസ്റ്റ് റോ വെച്ചാണ് ഞാനിപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ പോയത്. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ എഴുതി, ബാക്കിയുള്ള 2 എലമെൻറ്റും എന്താണ്? 0 ആണ്. അത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? 0 ഇൻറ്റു ഏതൊരു സംഭവം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും അത് 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ പിന്നീട് അത് പിന്നെയും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത 2 എലമെൻറ്റുകൾ എന്തായി തന്നെ മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ആൻസർ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു ഇത് 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ 1 ഇൻറ്റു 1 മൈനസ് 0 ഇൻറ്റു 0 വിച്ച് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് 1 മൈനസ് 0 ഇൻറ്റു 0 0 വിച്ച് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 1. ദ ആൻസർ ഇസ് 1. കണ്ടോ? ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എപ്പോഴും എത്ര തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്? 1 ആയിരിക്കും നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഡിറ്റർമിനൻസിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇതാണ്: ഇഫ് A and B are two square matrices of the same order, then determinant of A into B equal to determinant of A into determinant of B. അതായത് എയും ബിയും 2 സ്ക്വയർ മെട്രിസസ് ആണ്. എയും ബിയും 2 സ്ക്വയർ മെട്രിസസ് ആണ് ഓഫ് സെയിം ഓർഡർ. ഇപ്പോൾ എയും ബിയും 2 മെട്രിസസ് നമ്മൾ എടുക്കുവാണ്. അതിൻ്റെ ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, സ്ക്വയർ മെട്രിസസും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ്? എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതും എയുടെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചു, ബിയുടെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചു, അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ഇതാണ് ഡിറ്റർമിനൻസിൻ്റെ, അതായത് ഡിറ്റർമിനൻസിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്: ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ട്രാൻസ്പോസ്. ഓക്കെ, ട്രാൻസ്പോസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. റോയിനെയും കോളത്തിനെയും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡിറ്റർമിനൻറ്റ് നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതും എന്താണ്? ആ ഡിറ്റർമിനൻറ്റ് ട്രാൻസ്പോസ് എടുത്തിട്ട് നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നതും ആ 2 വാല്യൂസും സെയിം ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഡിറ്റർമിനൻറ്റ് എടുത്തിരിക്കുവാണ്. A ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് 3 1 2 -2 1 5 0 -1 3. ഇപ്പോൾ ഞാനൊരു മെട്രിക്സ് എടുത്തു. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് റോ തന്നെ എടുക്കാം അല്ലേ? അല്ലെങ്കിൽ ഫസ്റ്റ് കോളം ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം. ഞാനിവിടെ ഫസ്റ്റ് റോ എടുക്കുവാണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? 3. അപ്പോൾ 3 ഇൻറ്റു 3 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ടുള്ള ബാക്കി എലമെൻറ്റ്സ്. അപ്പോൾ എന്താ? 1 5 -1 3 മൈനസ് ഓൾട്ടർനേറ്റ് ആണ്, പ്ലസും മൈനസും വരുന്നത്. അടുത്ത ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 1 ഇൻറ്റു 1 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ടുള്ള ബാക്കി 4 എലമെൻറ്റ്സ് -2 5 0 3 പ്ലസ് ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് എലമെൻറ്റ് എന്താണ്? 2 ഇൻറ്റു 2 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ടുള്ള ബാക്കി 4 എലമെൻറ്റ്സ് -2 1 0 -1 -2 1 0 -1. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ആദ്യത്തെ 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം. 1 ഇൻറ്റു 3 മൈനസ് -1 ഇൻറ്റു 5. അപ്പോൾ അതിലൊരു മൈനസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതുവാണ്. -1 ഇൻറ്റു -2 ഇൻറ്റു 3 -0 ഇൻറ്റു 5 എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. പ്ലസ് 2 ഇൻറ്റു ഇവിടെ -2 ഇൻറ്റു -1 -0 ഇൻറ്റു 1 0. ഓക്കെ,
ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 ഇൻറ്റു 3 ഇസ് 3. ഈ മൈനസും ഇതിനകത്തുള്ള മൈനസും കൂടെ ചേരുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് അത് പ്ലസ് ആകും. 1 ഇൻറ്റു 5 ഇസ് 5. ക്ലിയർ? മൈനസ് 1 ഇൻറ്റു ഇവിടെ മൈനസ് 2 ഇൻറ്റു 3 ഇസ് മൈനസ് 6. മൈനസ് 6 മൈനസ് 0 മൈനസ് 6 തന്നെ. പ്ലസ് 2 ഇൻറ്റു ഇവിടെ എന്ത് വരും? മൈനസ് 2 ഇൻറ്റു മൈനസ് 1 ഇസ് 2. 2 മൈനസ് 0. ഓക്കെ. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 പ്ലസ് 3 ഇസ് 8 മൈനസ് 1 ഇൻറ്റു മൈനസ് 6 പ്ലസ് 2 ഇൻറ്റു 2 മൈനസ് 2 എന്ന് പറയുന്നത് 2 മൈനസ് 0 എന്ന് പറയുന്നത് 2 തന്നെ. ഓക്കെ. ഇവിടെ എന്ത് വരും? 8 ഇൻറ്റു 3 24. ഇവിടെ മൈനസ് 1 ഇൻറ്റു മൈനസ് 6 എന്ന് പറയുന്നത് പ്ലസ് 6 ആകും. പ്ലസ് 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4 ആകും. ഇനി ഇത് എല്ലാം ആഡ് ചെയ്താൽ മതിയല്ലോ. 24 പ്ലസ് 6 30. 30 പ്ലസ് 4 ഇസ് 34. അപ്പോൾ നമ്മളെടുത്ത എ എന്ന് പറയുന്ന ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ്? 34 ആണെന്ന് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഈ ഡിറ്റർമിനൻറ്റിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാലും എന്താണ് അതിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും എന്നാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ട്രാൻസ്പോസ് എന്ന് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണേ? റോയിനെയും കോളത്തിനും നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടുത്തെ റോയിന് നമുക്ക് എന്താക്കി എഴുതാം? കോളമാക്കി എഴുതാം. അപ്പോൾ ആദ്യത്തെ റോയിനെ ഞാൻ കോളമാക്കുമ്പോൾ 3 1 2 മൈനസ് 2 1 5 0 മൈനസ് 1 3. അപ്പോൾ ഞാൻ റോയിനെ കോളമാക്കി അറേഞ്ച് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് റോ തന്നെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 3 ഇൻറ്റു 3 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 1 മൈനസ് 1 5 3. ഓക്കെ. മൈനസ് അടുത്തത് മൈനസ് 2 ഇൻറ്റു മൈനസ് 2 ഉള്ള റോയും കോളവും ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള 4 എലമെൻറ്റ് 1 മൈനസ് 1 2 3. ഓക്കെ. പ്ലസ് ലാസ്റ്റ് എലമെൻറ്റ് എന്താണ്? 0 ആണ്. പ്ലസ് 0 ഇൻറ്റു എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. 3 ഇൻറ്റു ഇവിടെ എന്ത് വരും? 2/2ൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. 1 ഇൻറ്റു 3 മൈനസ് 5 ഇൻറ്റു മൈനസ് 1. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. 2 ഇൻറ്റു ഇവിടെ 1 ഇൻറ്റു 3 മൈനസ് 2 ഇൻറ്റു മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എന്തായിരിക്കും വരുന്നത്? 1 ഇൻറ്റു 3 ഇസ് 3 മൈനസ് 5 ഇൻറ്റു മൈനസ് 1 ഇസ് മൈനസ് 5 പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു 3 മൈനസ് 2 ഇൻറ്റു മൈനസ് 1 ഇസ് മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഇവിടെ ഈ പ്ലസ് മൈനസും കൂടെ ചേരുമ്പോൾ എന്താകും? പ്ലസ് ആവില്ലേ? അപ്പോൾ 3 പ്ലസ് 5 എന്നായിട്ടത് മാറും. പ്ലസ് 2 ഇൻറ്റു ഇവിടെയും അത് തന്നെ 1 ഇൻറ്റു 3 തന്നെ. ഈ പ്ലസ് മൈനസും കൂടെ ചേരുമ്പോൾ മൈനസും മൈനസും കൂടെ ചേരും. ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ. മൈനസും മൈനസും കൂടെ ചേരുമ്പോൾ പ്ലസ് ആകും. ഇവിടെയും മൈനസും മൈനസും കൂടെ ചേരുമ്പോൾ അത് പ്ലസ് ആകും. 3 പ്ലസ് 2 എന്നായിട്ടത് മാറും. ഓക്കെ. അപ്പോൾ ഇതല്ലേ നമുക്ക് കിട്ടിയത്. ഇനി ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 3 ഇൻറ്റു 5 പ്ലസ് 3 എന്ന് പറയുന്നത് 8 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 2 എന്ന് പറയുന്നത് 5 വിച്ച് ഇസ് ഈക്വൽ ടു 8 3 are 24 പ്ലസ് 5 ഇൻറ്റു 2 ഇസ് 10. 24 പ്ലസ് 10 ഇസ് 34. നമ്മളുടെ ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ ഡിറ്റർമിനൻറ്റ് എ കണ്ടുപിടിച്ച് വെച്ചപ്പോഴും നമുക്ക്, അതായത് എ എന്ന് പറയുന്ന നമ്മൾ ആദ്യം എടുത്ത മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് അവിടെ എത്ര കിട്ടിയത്? 34 തന്നെയാണ് നമുക്ക് അവിടെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കിട്ടിയത്. നമ്മൾ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ അല്ലേ, നമ്മൾ എ എന്ന് പറയുന്നതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് വാല്യൂ കിട്ടിയത്? 34 എന്ന് തന്നെയാണ് നമുക്ക് അതിൻ്റെയും വാല്യൂ കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഡിറ്റർമിനൻസിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് എന്ത്? നമുക്കൊരു ഡിറ്റർമിനൻറ്റ് തന്നിട്ടുണ്ട്. ആ ഡിറ്റർമിനൻറ്റിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂവും അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിറ്റർമിനൻറ്റ് വാല്യൂവും ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഡിറ്റർമിനൻസിൻ്റെ 3 പ്രോപ്പർട്ടീസാണ് നമ്മൾ നോക്കിയത്. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുക. എന്താണ് പ്രോപ്പർട്ടീസ് ഒന്നും ചോദിക്കില്ല. ആ പ്രോപ്പർട്ടികൾ ഉപയോഗിക്കേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഓരോ പ്രോപ്പർട്ടിയും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്